സമ്മേളനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ബഹുമാന്യരായ രക്ഷിതാക്കളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വളരെ പ്രൗഢവും പണ്ഡിതോചിതവുമായ പ്രഭാഷണങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. നമ്മുടെ സമ്മേളനം അതിൻ്റെ സമാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒന്ന് രണ്ട് പ്രധാന വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. കഴിഞ്ഞ 10-18 വർഷമായി SKSSF എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെ സംഘടനയുടെ സാന്നിധ്യമുള്ള മുഴുവൻ പ്രദേശങ്ങളിലും സംഘടിപ്പിക്കപ്പെടുന്ന മനുഷ്യജാലികയുടെ 2 ദിവസമായി നടന്ന പ്രചാരണ യാത്രയാണ് ഇവിടെ സമാപിച്ചിരിക്കുന്നത്. ഇന്നും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിവെച്ച ആ മുദ്രാവാക്യത്തിനേറെ പ്രസക്തിയുണ്ട് എന്നാണ് നമ്മുടെ രാജ്യത്തെ വർത്തമാനകാല സംഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം കഴിഞ്ഞ 3 മാസമായി SKSSFൻ്റെ ആദർശ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരികയാണ്. ആദർശം അമാനത്താണ് എന്ന ശ്രദ്ധേയമായ ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലുടനീളം ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ വിശദീകരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. ഒന്ന്, നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ദിവസവും പുതിയ പുതിയ വെല്ലുവിളികൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ മുസ്ലിം സമുദായം ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് ബോധ്യപ്പെടുത്തുകയും മുസ്ലിം സമുദായത്തിൻ്റെ വഴി ഇതാണെന്ന് രാജ്യത്തെ പൊതുസമൂഹത്തെ അറിയിക്കുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് മനുഷ്യജാലിക കൈമാറുന്നത്. മറ്റൊന്ന്, ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ധാരാളം മുസ്ലിം സംഘടനകൾ, മുസ്ലിം ആശയ പ്രചാരകർ, പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾ, അത് വ്യക്തികളായിട്ടും സംഘടനകളായിട്ടും ആശയ പ്രചാരകരായിട്ടും സാമൂഹ്യ മാധ്യമങ്ങളിലായിട്ടും മറ്റുമൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ ധാരാളം പ്രചാരണങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആശയക്കുഴപ്പമുണ്ടാകാൻ സാധ്യതയുള്ള സമൂഹത്തിൽ പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അതിനെതിരായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ പുത്തനാശയങ്ങളെ തുറന്നു കാണിക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്വം, അതും ഒരു പണ്ഡിതോചിതമായ ബാധ്യത എന്ന രീതിയിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യം ആ തലത്തിലേക്ക് സമൂഹത്തെ നയിക്കുന്നതിന് വേണ്ടി വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി സമസ്തയുടെ വളരെ പ്രധാനപ്പെട്ട പോഷക ഘടകമായ SKSSFും ഇത്തരമൊരു ക്യാമ്പയിനുമായിട്ട് രംഗത്ത് വരികയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ 100ാം വാർഷികം പ്രഖ്യാപിക്കപ്പെട്ടൊരു സന്ദർഭമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം 100ാം വാർഷിക സമ്മേളനം സംഘടിപ്പിക്കുകയാണ്. വാർഷികാഘോഷം, സമ്മേളനം എന്നതിനേക്കാളൊക്കെ അപ്പുറം ഒരു മത സംഘടനയുടെ നേതൃത്വത്തിൽ, മതപണ്ഡിതന്മാരുടെ നായകത്വത്തിൽ ഒരു നിശ്ചിതമായ ആശയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രൂപീകരിച്ച ഒരു പ്രസ്ഥാനം തലമുറകൾ മാറി മാറി കടന്നു വന്നു പോയിട്ട് പോലും ആശയാദർശങ്ങളിൽ ഒരു വ്യത്യാസവും വരാതെ കൃത്യമായ വിശുദ്ധിയോടുകൂടി 100 വർഷത്തിലേക്ക് ആ പ്രസ്ഥാനം എത്തിപ്പെട്ടു എന്നുള്ളത്, അത് ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് മാത്രം അവകാശപ്പെട്ട ഒരു സംവിധാനമാണ്. അതിന് കാരണം സംഘടനാപരമായ താല്പര്യങ്ങൾക്കനുസരിച്ചോ നിക്ഷിപ്തമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടോ
മതപരമായ പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യാനോ അനാവശ്യമായി ദുരുപയോഗം ചെയ്യാനോ ഈ പണ്ഡിത നേതൃത്വം ഇന്നവരെ സന്നദ്ധമായിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള വലിയൊരു വിശ്വാസ്യതയും അംഗീകാരവും നമ്മുടെ മഹത്തായ പ്രസ്ഥാനത്തിന് മലയാളി മുസ്ലിം സമൂഹം നൽകിയിട്ടുണ്ട്. ഈ പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശം അനുസരിച്ചുകൊണ്ട് ഇവിടുത്തെ പൊതുസമൂഹത്തെയും മുസ്ലിം ബഹുജനങ്ങളെയും ബോധവൽക്കരിക്കുന്നതോടൊപ്പം അടിസ്ഥാനപരമായി മദ്രസ തലങ്ങളിലൂടെ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ കൃത്യമായി അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്ക് അനുസൃതമായിട്ട് അവർക്ക് വിദ്യാഭ്യാസം കൂടി നൽകുന്ന വ്യവസ്ഥാപിതമായ പദ്ധതികൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ചു, നടപ്പിലാക്കി, വിജയകരമാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മളൊക്കെ സാധാരണ സമസ്തയുടെ മദ്രസ സംവിധാനങ്ങളെക്കുറിച്ച്, പള്ളി ദർസുകളെക്കുറിച്ച്, അറബി കോളേജുകളെക്കുറിച്ച്, അതേപോലെയുള്ള ധാരാളം പദ്ധതികളെക്കുറിച്ച് അറിയാവുന്നവരാണ്. പലരും അതിന് നേതൃത്വം കൊടുക്കുന്നവരാണ്. ഇന്ന് കാലം മാറി പുതിയ സാങ്കേതിക സൗകര്യങ്ങളൊക്കെയായി. അപ്പോൾ സ്വാഭാവികമായിട്ടും പല പ്രദേശങ്ങളിലും നേർക്ക് നേർ കുട്ടികൾ മദ്രസയിൽ പോയി അല്ലെങ്കിൽ മുതിർന്നവർ മതസ്ഥാപനങ്ങളിൽ പോയി പഠിക്കാനും അതിനാവശ്യമായ സംവിധാനങ്ങളൊക്കെ എല്ലായിടത്തും ഉപയോഗപ്പെടുത്താൻ സാങ്കേതികമായി പ്രയാസമുള്ള ഒരു കാലത്ത് നേർക്ക് നേർ മദ്രസകളിലും അറബി കോളേജുകളിലും അതേപോലെയുള്ള സ്ഥാപനങ്ങളിലുമൊന്നും എത്തിപ്പെട്ടുകൊണ്ട് ദീൻ പഠിക്കാൻ സൗകര്യപ്പെടാത്തവർക്ക് സമസ്തയുടെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി സമസ്ത ഇ ലേണിംഗ് എന്ന പേരിൽ ഒരു ഓൺലൈൻ മദ്രസക്ക് തുടക്കം കുറിച്ചു. ഞാനിത് പറയാൻ കാരണം സമസ്തയെക്കുറിച്ച്, സമസ്തയുടെ പണ്ഡിതന്മാരെക്കുറിച്ച്, അതിൻ്റെ പ്രവർത്തകരെക്കുറിച്ചും ഒക്കെ ഇവിടെ വലിയൊരു തെറ്റിദ്ധാരണ നിലനിൽക്കുന്നുണ്ട്. ഇവരിങ്ങനെ അനാവശ്യമായി വിവാദം ഉണ്ടാക്കി നടക്കുന്നവരും അങ്ങനെ ക്രിയാത്മകമായിട്ടൊന്നും ചെയ്യാത്ത ചില സംഘടനാ സംവിധാനങ്ങളാണെന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ വ്യാപകമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സമസ്തയുടെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി സമസ്തയുടെ മദ്രസ സംവിധാനങ്ങൾ ഇല്ലാത്ത പ്രദേശങ്ങളിൽ സമസ്തയുടെ ഓൺലൈൻ മദ്രസകൾ ആരംഭിച്ചു. കേവലം 2 വർഷമായിട്ടേ ഉള്ളൂ ആ സംവിധാനം പ്രവർത്തനം ആരംഭിച്ചിട്ട്. അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട് ഇന്ന് ലോകത്തെ 27 രാജ്യങ്ങളിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ സിലബസ് അനുസരിച്ച് ഓൺലൈൻ മദ്രസകളിൽ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 27 രാജ്യങ്ങളിൽ മലയാളി കുട്ടികളല്ല പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഗൾഫ് രാജ്യങ്ങളിൽ ഓൺലൈൻ മദ്രസയുടെ ആവശ്യമില്ല. നമ്മുടെ നാട്ടിലെ പോലെ അവിടെ മദ്രസകളുണ്ട്. സൗദി അറേബ്യയിലാണെങ്കിലും കുവൈറ്റിലും ഖത്തറിലും ബഹ്റൈനിലും അതേപോലെയുള്ള ഒമാനിലൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ മദ്രസകൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അത്തരമല്ലാത്ത മുസ്ലിങ്ങളൊന്നും ഭൂരിപക്ഷമില്ലാത്ത പല പ്രദേശങ്ങളിലും മലയാളികളല്ലാത്ത, ഇന്ത്യക്കാർ പോലുമല്ലാത്ത ധാരാളം വിദ്യാർത്ഥികൾ സമസ്തയുടെ ഓൺലൈൻ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ കോഴിക്കോട് വരുന്ന സമയത്ത് കോഴിക്കോട് സമസ്തയുടെ ഫ്രാൻസിസ് റോഡിലെ സമസ്തയുടെ ആസ്ഥാനത്ത് ഇ ലേണിംഗ് മദ്രസയുടെ സ്റ്റുഡിയോ കാണാം. 24 മണിക്കൂറും. കാരണം ഇപ്പോൾ ഇവിടെ രാത്രിയാണെങ്കിൽ ഇപ്പോൾ പകൽ ആയ രാജ്യങ്ങൾ പലയിടത്തും ഉണ്ടാവും. അപ്പം ആ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മദ്രസ സംവിധാനം പഠിക്കാൻ ആവശ്യമായ രീതിയിലുള്ള സമയക്രമീകരണത്തോടുകൂടി 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ മദ്രസ, അവർക്കൊക്കെ ആ നാട്ടിലെ തദ്ദേശീയമായ ഭാഷയിൽ മതപഠനം നടത്താൻ ആവശ്യമായിട്ടുള്ള അധ്യാപകർ നമ്മുടെ ആസ്ഥാനത്തെ സ്റ്റുഡിയോയിൽ വെച്ചുകൊണ്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ പോലെയുള്ള ഒരാധികാരിക പണ്ഡിത സഭയുടെ നേതൃത്വത്തിലുള്ള ഓൺലൈൻ മദ്രസയായതുകൊണ്ട് ദീനീ വിജ്ഞാനം നേടുന്നതിൽ അതിൻ്റെ സ്രോതസ് തീർത്തും സത്യസന്ധവും വിശ്വസ്തവുമാണെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളക്കാരോ ഇന്ത്യക്കാരോ പോലുമല്ലാത്ത പല ആളുകളും മറ്റു പലരും പല ഓൺലൈൻ മദ്രസകളും മതവിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ നടത്തുന്ന ഈ ലോകത്ത്
സമസ്തയുടെ മദ്രസ സംവിധാനത്തെ അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ദീൻ പറയേണ്ടിടത്ത് അത് സമസ്ത കേരള ജമിയത്തുലുമ പറയുമ്പോഴാണ് അത് വിശ്വസ്തമാവുകയുള്ളൂ എന്നത് നമ്മുടെ സംഘടനാപരമായ ഒരു അവകാശവാദം മാത്രമല്ല, മലയാളികൾ മാത്രം തിരിച്ചറിഞ്ഞതല്ല, ഇന്ത്യക്കാർ മാത്രം തിരിച്ചറിഞ്ഞതല്ല, ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ, ഞാൻ പറഞ്ഞല്ലോ 27 രാജ്യങ്ങളിലാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ, അവിടുത്തെ രക്ഷിതാക്കൾ സമസ്തയുടെ ഈലേണി മദ്രസയിൽ കുട്ടികളെ ചേർത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ദീനീ പഠന രംഗത്ത് നമ്മുടെ കുട്ടികൾക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ട ദീനീ വിജ്ഞാനം അത്രമാത്രം സത്യസന്ധവും വിശുദ്ധവുമായിരിക്കണം. അതിൻ്റെ സ്രോതസ് ആധികാരികമായിരിക്കണം. ഒരിക്കലും ഈ മത പഠന കേന്ദ്രത്തിൽ നിന്ന് പഠിച്ചു പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾ വഴിതെറ്റി സഞ്ചരിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. അവർക്ക് പരിശുദ്ധ ഇസ്ലാമിനെ അതിൻ്റെ യഥാർത്ഥ സ്രോതസ്സിന് തിരിച്ചറിയാൻ അവസരമുണ്ടാകണം. ഈ സതുദ്ദേശപരമായ നീക്കത്തിൻ്റെ ഗുണഫലമാണ് 2 വർഷം കൊണ്ട് മാത്രം ഇത്രയും വലിയ ഒരു ബൃഹത്തായ സംരംഭമായിട്ട് ഈ സംവിധാനം മാറിയത്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, സമസ്ത കേരള ജമിയത്തുലുമയുടെ മേൽവിലാസത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് വിദ്യാഭ്യാസ സംവിധാനമാണെങ്കിലും, അത് മദ്രസയാവട്ടെ, പ്രീ സ്കൂളുകളാകട്ടെ, അറബി കോളേജുകളാകട്ടെ, ദർസുകളാകട്ടെ, സമസ്ത കേരള ജമിയത്തുലുമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചും അതിൻ്റെ തണലിലാണ് എന്ന് ജനങ്ങൾ ധരിക്കുന്ന ഏത് സംവിധാനമാണെങ്കിലും അവിടെ സ്വാഭാവികമായിട്ടും സമസ്ത കേരള ജമിയത്തുലുമയുടെ ആശയാദർശങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും നിയമനിർദ്ദേശങ്ങളും പരിഗണിക്കുകയും പരിപാലിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു എന്ന് എല്ലാ അർത്ഥത്തിലും ഉറപ്പുവരുത്തി മുന്നോട്ട് പോകേണ്ട ഒരു ചുമതല, ഒരു ബാധ്യത സമസ്ത കേരള ജമിയത്തുലുമക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കണിശമായി സമസ്ത പാലിക്കും. അത് പാലിക്കാതിരുന്നാൽ സംഭവിക്കുക എന്താണ്? ഇതൊക്കെ സമസ്തയുടെ സംരംഭമാണെന്ന് തെറ്റിദ്ധരിച്ച് വിദ്യാർത്ഥികൾ അവിടെ കൊണ്ടുപോയി ചേർക്കുകയും പഠിപ്പിക്കുകയോ ചെയ്ത് ആ കുട്ടികൾക്കിടയിൽ ആശയപരമായ വൈകല്യങ്ങളോ വ്യതിയാനങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ അത് സമസ്തയുടെ സ്ഥാപനമാണെന്ന് ധരിച്ചിട്ടാണ് ഞങ്ങളവിടെ കുട്ടികളെ ചേർത്തത്, ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ഒരു രക്ഷിതാവിനെങ്കിലും പറയാൻ അവസരമുണ്ടായാൽ അതിൻ്റെ ബാധ്യത, അതിൻ്റെ ഉത്തരവാദിത്വം ഈ മഹത്തായ പ്രസ്ഥാനത്തിനാണ്. അപ്പൊ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമസ്ത കേരള ജമിയത്തുലുമ അത്തരം ചില സമീപനങ്ങൾ സ്വീകരിക്കുന്നതിന് താല്പര്യം ഏതെങ്കിലും വിദ്യാഭ്യാസ സംവിധാനങ്ങളെ തകർക്കാനോ അതിനെ മോശമായി ചിത്രീകരിക്കാനോ അല്ല. മാത്രമല്ല, അത്തരം സംവിധാനങ്ങൾ സമസ്തയുടെ തണലിലും ആ പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായിട്ട് നിലനിൽക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടായതുകൊണ്ടാണ് നിരന്തരമായ ചർച്ചകളിലൂടെയും പരിശ്രമങ്ങളുടെയും സമമായ നീക്കങ്ങളിലൂടെയും ഒക്കെ അത്തരം സംവിധാനങ്ങളൊക്കെ സമസ്തയുടെ ഭാഗമാക്കി നിലനിർത്താനും വേണ്ടിയിട്ടുള്ള അവസാന ശ്രമവും നടത്തിയത്. പക്ഷേ ധിക്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ചതിയുടെയും വഞ്ചനയുടെയും ഒക്കെ സ്വഭാവത്തിലുള്ള പ്രതികരണങ്ങൾ സമസ്ത നേരിട്ട് അനുഭവിക്കുന്ന സാഹചര്യം വന്നപ്പോൾ CIC പോലെയുള്ള സംവിധാനങ്ങൾ ഇനി സമസ്തയുമായി ബന്ധമില്ല എന്ന് പരസ്യമായി ആധികാരികമായി സമസ്ത കേരള ജമിയത്തുലുമയുടെ കേന്ദ്ര മുഷാവറ തീരുമാനിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഞാൻ ഇത്രയും പറഞ്ഞത് തീർത്തും സതുദ്ദേശപരമായ ഈ പ്രസ്ഥാനത്തിൻ്റെ കുടക്കീഴിൽ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന നിർബന്ധമുള്ളത് കൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുലുമ അത്തരം ചില സമീപനങ്ങൾ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ബഹുമാന്യനായ ഉസ്താദ് സലാം ബാക്കവി വിശദീകരിച്ചപ്പോൾ സമസ്തയുടെ തീരുമാനങ്ങൾ എത്രമാത്രം ദീർഘവീക്ഷണത്തോടു കൂടിയായിരുന്നു എന്ന് എല്ലാവർക്കും ബോധ്യമായി. ഇനി അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എവിടെയാണ് ഞങ്ങൾക്ക് ആദർശ വ്യതിയാനം ഉണ്ടായത്, പറയൂ, ഒന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചിരുന്നു നമ്മുടെ നേതാക്കന്മാരെ, ഉസ്താദുമാരെ. ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല, സമസ്ത കേരള ജമിയത്തുലുമ ഇവിടെ സമൂഹത്തിൽ പല ആളുകളും ശരിയാണ്, സ്വീകരിക്കാവുന്നതാണ് എന്നൊക്കെ ധരിച്ചു വെച്ചുകൊണ്ട് 10 ആളുകളൊക്കെ കൂടെ നിൽക്കുന്ന ഏത് സംവിധാനങ്ങളും, ആ സംവിധാനങ്ങൾക്കെതിരെ സമസ്ത കേരള ജമിയത്തുലുമ ഒരു കണിശമായ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ സമസ്തക്കെതിരെ തെറിയഭിഷേകമായിരിക്കും. അത് പുതിയ സംഭവമല്ല, അത് സമസ്തയുടെ ചരിത്രത്തിലുടനീളം കാണാൻ പറ്റും. സമസ്ത കേരള ജമിയത്തുലുമ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച്, വ്യക്തിയെക്കുറിച്ച്, ആശയത്തെക്കുറിച്ച്
അവരുടെ ചെയ്തികളെക്കുറിച്ച് ഇത് ശരിയല്ല, മുസ്ലിം സമുദായം ഒന്നകലം പാലിക്കണം എന്ന് പറഞ്ഞാൽ അപ്പം തുടങ്ങും. സമസ്തയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ ചെളിവാരി എറിയുന്ന, പരിഹസിക്കുന്ന, ആക്ഷേപിക്കുന്ന, നാലാംകിട രാഷ്ട്രീയക്കാരെ പോലും പരാജയപ്പെടുത്തുന്ന രീതിയിലുള്ള മോശമായ പ്രചാരണങ്ങൾ. പക്ഷെ അതിൻ്റെയൊക്കെ പരിണിതി എന്തായിരുന്നു പിൽക്കാലത്ത്? സമസ്ത കേരള ജംഇയ്യത്തുൽ പറഞ്ഞത് തന്നെയാണ് ശരി എന്ന് സമർത്ഥിക്കാത്ത, എന്ന് ബോധ്യമാകാത്ത ഒരു തീരുമാനം പോലും ചൂണ്ടിക്കാണിക്കാൻ ഈ 100 വർഷ കാലയളവിനിടയിൽ കാണാൻ സാധിക്കില്ല. 1965 തബ്ലീഗ് ജമാഅത്ത് ബിദഅഈ പ്രസ്ഥാനമാണ് എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രഖ്യാപിക്കുന്നത്. തബ്ലീഗ് ജമാഅത്ത് ബിദഅഈ പ്രസ്ഥാനമാണ്. സാധാരണക്കാർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള ഒരു പ്രയോഗമാണ്. അവരെന്താ ആളുകളെ പള്ളിയിലേക്ക് ക്ഷണിക്കുകയല്ലേ, അവരാളുകളെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപദേശിക്കുകയല്ലേ ചെയ്യുന്നത്. എല്ലാവരെയും പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വിളിക്കുക എന്നല്ലാതെ എന്താണ് അവർക്കുള്ള കുഴപ്പം? സാധാരണക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്. പ്രത്യക്ഷത്തിൽ അവർ ചെയ്യുന്ന എന്താണ്? ആളുകളെ ഉപദേശിക്കുന്നു, പള്ളിയിലേക്ക് ക്ഷണിക്കുന്നു, മദ്യപിക്കരുതെന്ന് പറയുന്നു, അങ്ങനെ സതുപദേശങ്ങൾ മാത്രം കൊടുക്കുന്നു, നല്ല വേഷഭൂഷാദികൾ. നിങ്ങൾക്ക് എന്തായാലും അതൊക്കെ ചെയ്യാൻ കഴിയുന്നില്ല, ചെയ്യുന്നവർ ചെയ്തോട്ടെ, എന്തിനാണ് ഇങ്ങനെ ആക്ഷേപിക്കുന്നത് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1965 തീരുമാനം പ്രഖ്യാപിച്ചു, തബ്ലീഗ് ജമാഅത്ത് ബിദഅഈ പ്രസ്ഥാനമാണ്, മുസ്ലിം ബഹുജനങ്ങൾ വിട്ടുനിൽക്കണം. സമസ്ത ഇങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൂടെയുണ്ടായിരുന്ന അന്നത്തെ ഉയർന്ന പണ്ഡിതന്മാർ, വളരെ പ്രമുഖരായ പണ്ഡിതന്മാർ, സാധാരണക്കാരല്ല, സാധാരണ സംഘടനാ ഭാരവാഹികളല്ല, ഉയർന്ന പണ്ഡിതന്മാർ, അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനോട് യോജിക്കാൻ കഴിയില്ല, സമസ്തയുടെ ഈ തീരുമാനത്തോട് യോജിക്കാൻ കഴിയില്ല. തബ്ലീഗ് ജമാഅത്തിനെതിരെ ഇത്തരം ഒരു തീരുമാനം എടുത്തതിന്റെ പേരിൽ അവർ ആ തീരുമാനത്തോട് വിയോജിപ്പ് പറഞ്ഞുകൊണ്ട് സമസ്തയിൽ നിന്ന് മാറി നിന്നു. ഏതെങ്കിലും നാലാംകിട സംഘടനാ പ്രവർത്തകരല്ല, വളരെ ഉത്തരവാദപ്പെട്ട പ്രമുഖരായ പ്രഗത്ഭരായ പണ്ഡിതന്മാർ. അവർ സമസ്തയിൽ നിന്ന് മാറിപ്പോയതിനു ശേഷം അവർ അഖില കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ മറ്റൊരു സംഘടന രൂപീകരിച്ചു. അഖില കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ മറ്റൊരു സംഘടന രൂപീകരിച്ചു. ആദ്യത്തെ അതിന്റെ മുഷാവറ യോഗം ചേരുകയാണ്. ആ യോഗം തുടങ്ങിയ സമയത്ത് അതിന്റെ ആദ്യത്തെ ചർച്ച എന്തിനാണ് ഈ സംഘടന ഉണ്ടാക്കിയത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തബ്ലീഗ് ജമാഅത്ത് ബിദഅഈ പ്രസ്ഥാനമാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടതിനോട്, ആ കാഴ്ചപ്പാടിനോട്, ആ തീരുമാനത്തോട് യോജിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ അവർ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് അഖില കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കി ആദ്യത്തെ അതിന്റെ യോഗം ചേരുകയാണ്. ആ യോഗത്തിൽ അതിന്റെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മൾ ഈ കാരണത്താലാണ് സമസ്തയിൽ നിന്ന് പിണങ്ങിപ്പോന്ന് പുതിയ സംഘടന ഉണ്ടാക്കിയത്. എങ്കിലും നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഒന്നുകൂടി തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എടുത്ത തീരുമാനത്തിന്റെ ശരിതെറ്റുകളെ കുറിച്ച് ആധികാരികമായിട്ട് നമ്മൾ ഒന്നുകൂടി ഒരു പഠനം നടത്തുക. അഖില കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയത് തന്നെ ഈ കാരണത്താലാണ്. പക്ഷെ എങ്കിലും അവരുടെ ആദ്യത്തെ മുഷാവറയുടെ പ്രധാനപ്പെട്ട തീരുമാനം, തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് നമ്മൾ ഒന്നുകൂടി ഒരു പഠനം നടത്താം. നമ്മൾ സ്വന്തമായൊരു പഠനം, ഇതുവരെ സമസ്തയുടെ അകത്ത് നിന്നിട്ടാണല്ലോ പഠിച്ചത്, ഇപ്പൊ നമ്മൾ വേറിട്ട് പോകുന്നു, ഇനി നമ്മൾ സ്വന്തമായിട്ടൊരു പഠനം നടത്തുക. അതിനാ കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭരായ പണ്ഡിതന്മാരെ ചുമതലപ്പെടുത്തി. അവർ പഠനത്തിന് ശേഷം അവരുടെ അടുത്ത യോഗം ചേർന്നു. യോഗം ചേർന്നതിന് ശേഷം ആ പഠനത്തിന് നിയോഗിച്ച പണ്ഡിതന്മാർ പറഞ്ഞു, സംഗതി എന്തൊക്കെ പറഞ്ഞാലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എടുത്ത തീരുമാനമാണ് ശരി. ഒരു ഈഗോന്റെ പേരിൽ പോലും തൽക്കാലം നമ്മൾ പെട്ടുപോയി മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞില്ല. കാരണം അവരൊക്കെ വളരെ സത്യസന്ധരായ പണ്ഡിതന്മാരായിരുന്നു. അവർ പുറത്തുപോയി വേറെ പഠനം നടത്തി, പഠനം പൂർത്തീകരിച്ചതിന് ശേഷം അവരുടെ മുഷാവറക്ക് വെച്ച റിപ്പോർട്ടിൽ പറഞ്ഞു, സമസ്ത പറഞ്ഞതാണ് ഇക്കാര്യത്തിൽ ശരി. ചരിത്രത്തിൽ കാണാം, പിരിച്ചുവിടാൻ ആളില്ലാതെ ആയിപ്പോയ സംഘടനയാണ് അഖില കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അടുത്ത കാലം, അതൊക്കെ ഇപ്പൊ 1965 നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പാണ്. ഈ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവമാണ്. ആലുവ ത്വരീഖത്തിനെതിരെ
ആലുവ ത്വരീക്കത്ത് എന്ന് പറയാൻ പാടില്ല, എന്തായാലും അവിടെ യൂസുഫ് സുൽത്താൻ എന്ന് പേരുള്ള ആലുവയിലുള്ള ഒരു വ്യക്തി ഇങ്ങനെ സംഭവമായിട്ട് പുറത്തു വന്നു. 6 വർഷത്തിന് ശേഷമാണ്, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ 6 വർഷത്തിന് ശേഷമാണ് സമസ്ത കേരള ജമിയത്തിന് പറഞ്ഞു ഇത് പഴച്ചതാണ്, ആരും ആ വഴിക്ക് പോകരുതെന്ന് പറഞ്ഞു. നിങ്ങൾ പലർക്കും ഓർമ്മയുണ്ടാകും, സമസ്ത അതിനെതിരെ ഒരു തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ച സമയത്ത് അന്നത്തെ സമസ്തയുടെ സമുന്നതരായ നേതാക്കന്മാർക്കെതിരെ, പണ്ഡിതന്മാരും സാധാരണ പ്രവർത്തകരൊക്കെ പോകട്ടെ, സമുന്നതരായ നേതാക്കൾക്കെതിരെ വലിയ തോതിലുള്ള തെറിയാഭിഷേകങ്ങളും ദുരാരോപണം ഉന്നയിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തകർക്കിടയിൽ വലിയ തോതിലുള്ള ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട് വലിയ തോതിലുള്ള പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് അവർ പെരുമാറിയത്. 6 വർഷം തീരുമാനമെടുക്കാൻ സമയമെടുക്കേണ്ട കാര്യമില്ല. പക്ഷെ സമസ്തയുടെ പ്രത്യേകത, നിരന്തരമായ ചർച്ചയിലൂടെയും അന്വേഷണത്തിലൂടെയും ഏതെങ്കിലും തലത്തിൽ ഇതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യതയെല്ലാം ആരാഞ്ഞ് ഒരു നിലയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുമ്പോഴാണ് പിന്നെ കടുത്ത തീരുമാനത്തിലേക്ക് വരാറുള്ളത്. 6 വർഷത്തിന് ശേഷം സമസ്ത ഖണ്ഡിതമായിട്ട് പ്രഖ്യാപിച്ചു, ഇതൊന്നും സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് യോജിച്ചതല്ല, മുസ്ലിം ബഹുജനങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണം. വലിയ പ്രതിഷേധമായിരുന്നു, വലിയ എതിർപ്പായിരുന്നു, വലിയ പ്രതികാര സ്വഭാവത്തിലായിരുന്നു പെരുമാറ്റങ്ങൾ. അതിൽ പെട്ടുപോയ പല പ്രഭാഷകരും സമസ്ത കേരള ജമിയത്തുലമയുടെ പണ്ഡിതന്മാർക്കെതിരെ ഉന്നയിച്ച ദുരാരോപണങ്ങൾ, വൃത്തികെട്ട ഭാഷയിലുള്ള അവരുടെ പ്രഭാഷണങ്ങൾ, അവരുടെ രചനകൾ ഇന്നും കേൾക്കാൻ സാധിക്കും. ആ വിഭാഗത്തിന് ഇപ്പം എന്താ സംഭവിച്ചത്? ആ കൂട്ടർക്ക് എന്താ സംഭവിച്ചത്? ആ പറയപ്പെട്ട യൂസുഫ് സുൽത്താൻ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഒരു മകൻ പറഞ്ഞു, ഞാനാണ് പിൻഗാമി. ആ ത്വരീക്കത്തുമായിട്ട് നടന്നിരുന്ന വേറൊരാൾ പറഞ്ഞു, മകനല്ല, ഞാനാണ് പിൻഗാമി. ഇപ്പൊ ആ വിഭാഗം 2 ഗ്രൂപ്പുകളായിട്ട് അവർ തമ്മിൽ പരസ്പരം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സമസ്തനെ തല്ലാൻ സമയമല്ല, ഇപ്പൊ അവർ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഛിന്ന ഭിന്നമായി. അതിന്റെ വല്ല പരിപാടിയും നിങ്ങൾ കേൾക്കാറുണ്ടോ? അവിടെ എവിടെയെങ്കിലും പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ടോ? അവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേൾക്കാറുണ്ടോ? ഛിന്ന ഭിന്നമായി. എന്തൊക്കെയായിരുന്നു അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത്? സമസ്ത കേരള ജമിയത്തുലമ ആദ്യം ഒരു കാര്യം പറയുന്ന സമയത്ത് പലർക്കും അത് കയ്പായി അനുഭവപ്പെടുമെങ്കിൽ പിന്നീട് അത് മധുരിക്കും എന്നതാണ് സമസ്തയുടെ തീരുമാനങ്ങളുടെ പ്രത്യേകത. നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ള ഒരു കാര്യമാണ്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഇത് തിരുകേശമാണ്, ഷഅർ മുബാറക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നു വലിയ ആത്മീയ ചൂഷണവും പ്രചാരണവും നടത്തി. എന്തായിരുന്നു അന്നത്തെ വിവാദങ്ങൾ? അതുമായി ബന്ധപ്പെട്ട വിശദീകരണ സമ്മേളനങ്ങൾക്കൊക്കെ പോകുന്ന ആളുകൾക്കെതിരെ എന്ത് കടുത്ത ഭീഷണികളായിരുന്നു! പല രീതിയിലുള്ള ആക്രമണങ്ങൾ അന്ന് സമസ്തയുടെ പണ്ഡിതന്മാരും നേതാക്കൾക്കും നേരിടേണ്ടി വന്നു. എന്താണ് അവസാനം സംഭവിച്ചത്? അവസാനം എന്താണ് സംഭവിച്ചത് നിങ്ങൾ നോക്കൂ. ആ വിശുദ്ധമായ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഷഅർ മുബാറക്ക് ലഭിച്ചു എന്ന് പറയപ്പെടുന്ന ആളുടെ ആത്മകഥ പുസ്തകമായിട്ട് പുറത്തിറങ്ങി. ഞാൻ അവരെ ആക്ഷേപിക്കാനോ വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ സമസ്ത ഒരു തീരുമാനമെടുക്കുകയും അത് സംബന്ധമായ പ്രഖ്യാപനം നടത്തുകയും ചെയ്താൽ അത് സംബന്ധമായിട്ട് വലിയ തോതിലുള്ള തെറിയഭിഷേകങ്ങളും എതിർപ്പുകളും വിമർശനങ്ങളും അതിൻ്റെ പേരിൽ പല കോലാഹലങ്ങളും നാട്ടിലുണ്ടായിട്ടുണ്ടാകും. പക്ഷേ ആ ശബ്ദ കോലാഹലങ്ങളൊക്കെ അടങ്ങിയതിന് ശേഷം ശരിക്കും നെഞ്ചത്ത് കൈവച്ച് നോക്കിയാൽ അറിയാം സമസ്ത പറഞ്ഞതാണ് ശരിയെന്ന്. ആ തിരുകേശം ലഭിച്ചു എന്ന് പറയപ്പെടുന്ന മഹാനവറുകളുടെ ആത്മകഥ പുറത്തിറങ്ങി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ്. അത് തിരുകേശമാണെങ്കിൽ, അത് ഷഅർ മുബാറക്കാണെങ്കിൽ, ആ ആത്മകഥാ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം അതായിരിക്കും. ആ പുസ്തകത്തിൽ അധ്യായം പോയിട്ട്, ഒരു പാരഗ്രാഫ് പോയിട്ട്, ഒരു വരി പോലും അതിനെക്കുറിച്ച് പരാമർശിച്ചില്ല. ഒരു വരി പോലും അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. എന്താണ് കാരണം? സമസ്ത കേരള ജമിയത്തുലമ അതിൻ്റെ ആധികാരികതയിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ആധികാരികത സ്ഥിരീകരിക്കണമെന്ന ആവശ്യം ഇവിടെ അന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കെ
അത് ആ അർത്ഥത്തിൽ സമർത്ഥിക്കാനോ സ്ഥിരീകരിക്കാനോ തെളിവ് സഹിതം രേഖപ്പെടുത്താനോ സാധിക്കാത്ത ഘട്ടം വന്നപ്പോൾ സ്വന്തം ആത്മകഥാ പുസ്തകത്തിൽ നിന്ന് പോലും അത് തൽക്കാലം മാറ്റിവെക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ പ്രത്യേകത. ഞാൻ അവരെ ആക്ഷേപിക്കാനോ വിമർശിക്കാനോ ഒരു വിവാദത്തിന് വേണ്ടിയിട്ടല്ല പറഞ്ഞത്. പക്ഷേ സമസ്ത 1926 മുതൽ ഈ 2025 വരെ നീണ്ടു നിൽക്കുന്ന ഈ 98-99 വർഷക്കാലത്തിനിടയിൽ മുസ്ലിം സമൂഹത്തോട് പറഞ്ഞ ഒട്ടേറെ കൈപ്പേറിയ സത്യങ്ങൾ, അത് പറയുമ്പോഴും പറഞ്ഞ കാലത്തുമൊക്കെ വലിയ വിമർശനങ്ങളും ബഹളങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവിടെയെല്ലാം പിൽക്കാലത്ത് ശബ്ദകോലാഹലങ്ങളെല്ലാം അടങ്ങിയ ശേഷം എല്ലാവരും സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് സമസ്ത കേരള ജംഇയ്യത്തുലമ പറഞ്ഞതാണ് ശരിയെന്ന്. ഇത് കേരളത്തിൻ്റെ സാധാരണ ചിന്തിക്കുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു പൊതുവായ വിശ്വാസവും ധാരണയുമാണ്. ഈ വിശ്വാസ്യതയെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാകണം. ഈ വിശ്വാസ്യത നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പണ്ഡിത നേതൃത്വമാണ് നമുക്കുള്ളത്. ഒരിക്കലും കഴിഞ്ഞ കാല നമ്മുടെ നേതൃത്വത്തെയോ പാരമ്പര്യത്തെയോ പൈതൃകത്തെയോ ഫത്വകളെയോ പ്രസ്താവനകളെയോ ആഹ്വാനങ്ങളെയോ തള്ളിപ്പറയേണ്ട ഒരു ഗതികേടിലേക്ക് ഈ പ്രസ്ഥാനത്തിന് ഇന്നുവരെ വന്നിട്ടില്ല. എന്നാൽ ഇവിടുത്തെ ബിദഈ പ്രസ്ഥാനങ്ങളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ്, ആഴ്ചകളുമായിട്ടില്ല, ഒരു 8-10 ദിവസത്തിനിടയിലാണ് കേരളത്തിലെ പ്രമുഖമായ ഒരു ചാനലിന് അഭിമുഖം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളാരും മൗദൂദികൾ എന്ന് വിളിക്കരുത്, ഞങ്ങൾ അങ്ങനെ മൗദൂദികളൊന്നുമല്ല. ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിച്ചത് അബുൽ ആല മൗദൂദിയാണെന്ന് ശരി, പക്ഷേ അബുൽ ആല മൗദൂദിയുടെ പല ആശയങ്ങളും ഞങ്ങൾക്ക് യോജിപ്പില്ല, അതുകൊണ്ട് ഞങ്ങളെ മൗദൂദികൾ എന്ന് വിളിക്കരുത്. ഇത് ജമാഅത്തെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളല്ല പറയണത്, ജമാഅത്തെ ഇസ്ലാമിൽ നിന്ന് രാജിവെച്ച ആളല്ല പറയുന്നത്. ഇന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായിട്ടുള്ള വ്യക്തിത്വമാണ് പറയുന്നത്, അബുൽ ആല മൗദൂദിയുമായിട്ട് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, അദ്ദേഹത്തിന്റെ എല്ലാ ആശയങ്ങളും ഞങ്ങൾക്ക് യോജിപ്പില്ല. ഇന്നും IPH ബുക്ക് സ്റ്റാളിൽ അബുൽ ആല മൗദൂദിയുടെ ധാരാളം പുസ്തകങ്ങൾ വിപണനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്താ പറയുന്നത്, ഞങ്ങളെ മൗദൂദികൾ എന്ന് വിളിക്കരുത്. എന്താ സ്വന്തം സ്ഥാപക നേതാവിനെ തള്ളിപ്പറയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ആ പ്രസ്ഥാനത്തെ ധാർമ്മികമായ ഒരു മതസംഘടന എന്ന് വിളിക്കാൻ പറ്റുമോ? ആ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് വിശ്വാസപരമായും കർമ്മപരമായും നിങ്ങൾ സഞ്ചരിക്കേണ്ട വഴി ഇതാണെന്ന് പറയാൻ ധാർമ്മികമായ അവകാശമുണ്ടോ? അവർക്ക് അവരുടെ സ്ഥാപക നേതാവിനെ പോലും തള്ളിപ്പറയേണ്ടി വന്നു. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇന്നും ജീവിച്ചിരിക്കുന്ന സമുന്നതനായ നേതാവാണ് ഡോക്ടർ ഹുസൈൻ മടവൂർ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിച്ചു. എന്താ അദ്ദേഹം പറഞ്ഞത്? ഞങ്ങളെ വഹാബികൾ എന്ന് വിളിക്കരുത്. ആരാ വഹാബികൾ? ആരാ മുഹമ്മദ് അബ്ദുൽ വഹാബ്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കേരളത്തിലെ ഇന്ത്യയിലെ ഏതെങ്കിലും ബിദഈ പ്രസ്ഥാനങ്ങൾക്ക് തള്ളിപ്പറയാൻ പറ്റുമോ? മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കേരളത്തിലെ മുജാഹിദ് വിഭാഗത്തിലെ 8 ഗ്രൂപ്പുകൾക്കും തള്ളിപ്പറയാൻ പറ്റൂല. കേരളത്തിലെ മുജാഹിദ് 8 ഗ്രൂപ്പായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. 8 ഗ്രൂപ്പിനും മുഹമ്മദ് അബ്ദുൽ വഹാബിനെ തള്ളിപ്പറയാൻ കഴിയില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് തള്ളിപ്പറയാൻ കഴിയില്ല. തബ്ലീഗ് ജമാഅത്തിന് തള്ളിപ്പറയാൻ കഴിയില്ല. ഈ ബിദഈ പ്രസ്ഥാനത്തിന്റെ അന്തർധാരയിലുള്ള എല്ലാവരും മുഹമ്മദ് അബ്ദുൽ വഹാബിനെ വാഴ്ത്തി പറയുന്നവരും ആ ആശയധാര സ്വീകരിച്ചവരും ആശയത്താൽ പ്രചോദിതമായവരുമാണ്. പക്ഷേ മുഹമ്മദ് അബ്ദുൽ വഹാബ് വഹാബിസം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത് സമൂഹത്തിൽ പരസ്യമായി ഞങ്ങൾ അതിൻ്റെ ആളാണെന്ന് പറയാൻ പോലും സാധിക്കാത്ത വിധത്തിൽ അത്രമാത്രം വഹാബിസം എന്താണ് എന്ന് നാട്ടിൽ തിരിച്ചറിയപ്പെട്ടു. അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, സുന്നികൾക്ക് മുജാഹിദുകൾക്ക് മാത്രമല്ല, എല്ലാ വിഭാഗം ആളുകളും അത് കൃത്യമായിട്ട് തിരിച്ചറിയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. നമ്മൾ ആലോചിക്കണം, ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ അത്തരം ബിദഈ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഗൗരവത്തോട് തിരിച്ചറിയേണ്ട ഒരു കാര്യം, പല ആളുകളും ചോദിക്കും, നിങ്ങളിപ്പോൾ ഈ സുന്നി മുജാഹിദും തമ്മിലൊക്കെ എന്താ പ്രശ്നം? പല ആളുകളും ചോദിക്കാറുണ്ട്, നിങ്ങൾ നിസ്കാരത്തിൽ കൈ എവിടെ കെട്ടണം, കുനൂത്ത് ഓതണോ വേണ്ടയോ, സ്ത്രീകളുടെ ജുമാ ജമാഅത്ത് പാടുണ്ടോ ഇല്ലേ,
കൂട്ടുപ്രാർത്ഥന പാടുണ്ടോ? ഇതൊക്കെ നിങ്ങൾക്കിടയിലുള്ള ആഭ്യന്തരമായ തർക്കങ്ങളല്ലേ, ഇതൊക്കെ ഇങ്ങനെ പുറത്തു വലിച്ചിട്ടിട്ട്, അതും ഈ മോദി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് സമുദായം ഒന്നിച്ചു നിൽക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സതുദ്ദേശപരമായ ചോദ്യം ചോദിക്കുന്ന ആളുകളുണ്ട്. അവരൊന്നും നമ്മൾ വിമർശിക്കണില്ല, ചെറുതാക്കുന്നില്ല. നല്ല മാനസികാവസ്ഥയോടുകൂടി നല്ല മനസ്സോടുകൂടി ചോദിക്കുന്നവരാണ്. അത്തരമൊരു അഭിപ്രായ വ്യത്യാസം മാത്രമാണെങ്കിൽ അത് സമുദായത്തിൻ്റെ ആഭ്യന്തര തർക്കമാണ്. ആ സമുദായത്തിൻ്റെ ആഭ്യന്തര തർക്കത്തിൽ ഇന്ന് വരെ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതൊരു സത്യവുമാണ്. കാരണം ആചാരാനുഷ്ഠാന ക്രമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ ചോദ്യം ചെയ്തും അതിനെ വികൃതമായിട്ട് ചിത്രീകരിച്ചും സുന്നികളെ നോക്കിയിട്ട് യാഥാസ്ഥികന്മാർ, പിന്തിരിപ്പന്മാർ, ശിർക്ക് ചെയ്യുന്നവർ എന്നെല്ലാം വിളിച്ചുകൊണ്ട് നിരന്തരമായിട്ട് ഇവിടുത്തെ സുന്നി സമൂഹത്തെ ആക്ഷേപിച്ച് നടന്ന ആളുകളാണ് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള ബിദഈ സംഘടനകൾ. അവർ 100 കൊല്ലമായിട്ട് വിളി തുടങ്ങിയിട്ടും അവർ പിളർന്ന് 5-8 ഗ്രൂപ്പായി എന്നല്ലാതെ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന സുന്നി സമൂഹത്തിൽ അവരുടെ ആശയത്തിന് ഒരു സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. നമ്മൾ അതിലൊട്ടും ആശങ്കപ്പെടുന്നവരുമല്ല. പിന്നെ സമൂഹത്തിൽ ആശയക്കുഴപ്പവും തെറ്റിദ്ധാരണ ഉണ്ടാക്കുമ്പോൾ ആ തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടി ആവശ്യമായ ബോധവൽക്കരണം നടത്തുന്നു മാത്രം. പക്ഷെ അപകടകരമായ വേറെ 2 സംഗതികളുണ്ട്. കഴിഞ്ഞ 8-10 വർഷത്തിനിടയിൽ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള ആശയപരമായിട്ടുള്ള അന്തർധാരകളുടെ സ്വാധീന ഫലമായിട്ട്, സലഫി ആശയങ്ങളുടെ, വഹാബി ആശയങ്ങളുടെ സ്വാധീന ഫലമായിട്ട് കേരളത്തിൽ പോലും മുജാഹിദ് പ്രസ്ഥാനത്തിൽ 2 ചേരികൾ രൂപപ്പെട്ടു. 2 ചേരികൾ രൂപപ്പെട്ടു. ഒരു ചേരി എന്താണെന്നറിയോ? ഒരു വിഭാഗം മുജാഹിദ് പ്രവർത്തകന്മാർ പറയുന്നു, നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണ്, ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും ഇല്ലാത്തവരൊക്കെ ജീവിക്കുന്ന ഒരു ബഹുസ്വര സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനൊരു നാട്ടിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഒരിക്കലും ഈ ബഹുസ്വര സമൂഹത്തിൽ എല്ലാ ജാതി മതവിഭാഗങ്ങളുടെയും ആചാരാനുഷ്ഠാന ക്രമങ്ങൾക്കിടയിലൊക്കെ നമ്മൾക്കൊരു യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ശുദ്ധമായ ഇസ്ലാമിക പ്രകൃതിയിൽ ജീവിക്കാനും യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചു മരിക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഹിജറ പോകണം. മുജാഹിദ് മൗലവിമാർ കേരളത്തിൽ പഠിപ്പിച്ചതാണ്. അവർ പഠിപ്പിച്ചു, ഇവിടെ നിന്ന് ഹിജറ പോകണം, ഇവിടെ യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിച്ചു മരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് ഹിജറ പോകണം. അങ്ങനെ കുറെ ആളുകൾ ദമ്മാജിലേക്ക് ഹിജറ പോയി. ദമ്മാജ് സലഫികൾ എന്നാണ് അവരിപ്പോ അറിയപ്പെടുന്നത്. ദമ്മാജ്, സിറിയയിലെ ദമ്മാജിലേക്ക് ഹിജറ പോയി. എന്തിനാണ് ഹിജറ പോകുന്നത്? ജോലിക്ക് വേണ്ടിയിട്ടല്ല, അവിടെ പോയിട്ട് ഇതിന് ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ടല്ല. ഇവിടെ എൻ്റെ അയൽവാസി ഹിന്ദുവാണ്, ഇപ്പുറത്ത് ക്രിസ്ത്യാനിയാണ്, മുമ്പിൽ മതവിശ്വാസി അല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരനാണ്, മറ്റു പല മതവിഭാഗങ്ങളുണ്ട്, പല ആചാരങ്ങളുണ്ട്, അപ്പുറത്ത് പൂരം നടക്കുന്നുണ്ട്, ഇപ്പുറത്ത് തിരുനാൾ ആഘോഷം നടക്കുന്നുണ്ട്, പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ആ ആൾക്കൂട്ടത്തിലും ആ അയൽവാസികൾക്കിടയിലും ആ അങ്ങാടിയിലുമാണ് ഞാൻ ഇടപഴകേണ്ടത്. അപ്പോൾ എന്താ, എനിക്ക് യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് വേണം? ഇവിടുന്ന് ഹിജറ പോയിക്കൊള്ളണം. മുജാഹിദ് വിഭാഗത്തിനിടയിൽ രൂപപ്പെട്ട അത്തരം ഒരു ചിന്താഗതിക്കാരുടെ ആശയപ്രചാരണത്തിൽ കുടുങ്ങിയിട്ട് 100 കണക്കിന് ആളുകൾ കേരളത്തിൽ നിന്ന് ഹിജറ പോയി. ഇതൊരു ശരിയായ രീതിയാണോ? മുസ്ലിം സമുദായത്തിൽ ഇങ്ങനെ അപകടങ്ങൾ രൂപപ്പെടുന്ന സമയത്ത് മൗനം പാലിക്കണമോ? മുസ്ലിം സമുദായത്തെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുക, അത് മുസ്ലിം സമുദായത്തെ മാത്രമല്ല മുസ്ലിങ്ങളെ കുറിച്ച് മറ്റുള്ളവർക്ക് കൂടി തെറ്റിദ്ധാരണ പരത്തുന്ന ഈ അപകടകരമായ ആശയ പ്രചരണത്തെ തുറന്നു കാണിക്കേണ്ടതല്ലേ? ഒരു മുസ്ലിം ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്നത് ഏറ്റവും മനോഹരമായി പഠിപ്പിച്ചത്, ജീവിച്ച് കാണിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന കാലഘട്ടമാണ്. അവിടെ ഏകദൈവ വിശ്വാസികളുണ്ടായിരുന്നു, ബഹുദൈവ വിശ്വാസികളുണ്ടായിരുന്നു, മതവിശ്വാസം ഇല്ലാത്തവരുണ്ടായിരുന്നു, ന്യൂനപക്ഷങ്ങളുണ്ടായിരുന്നു, ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉണ്ടായിരുന്നു, ഇസ്ലാമിനോട് സഹകരിക്കുന്നവരുണ്ടായിരുന്നു. എല്ലാ വിഭാഗം കൂടിയിട്ടുള്ള ഒരു ബഹുസ്വര സമൂഹമായിരുന്നു മദീന. അപ്പൊ അവർക്കിടയിലൊക്കെ സ്വന്തം വിശ്വാസവും സംസ്കാരവും സംസ്കരിച്ചുകൊണ്ട് തന്നെ, സ്വന്തം വിശ്വാസവും സംസ്കാരവും സംരക്ഷിച്ചുകൊണ്ട് തന്നെ മറ്റു സഹോദര സമുദായങ്ങളുമായി നല്ല നിലയിൽ ഇടപഴകിക്കൊണ്ട് ജീവിക്കാൻ കഴിയുമെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച് കാണിച്ചു തന്നു. ആ പ്രവാചകന്റെ അനുയായികളാണ് ഇവിടെ നിന്നിട്ട് പറയണത്, ഇവർക്കിടയിൽ യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇവിടുന്ന് ഹിജറ പോയിക്കൊള്ളണം. എന്നിട്ട് അത് കേട്ടിട്ട് കുറെ ആളുകൾ ഹിജറ പോയി. ഇത് ഇസ്ലാമിന്റെ
ഭാഷയല്ല, ഇസ്ലാമിൻ്റെ ജീവിത രീതിയല്ല, ഇസ്ലാം അംഗീകരിക്കുന്നതല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയേണ്ട ബാധ്യത ഉത്തരവാദപ്പെട്ട മതസംഘടനകൾക്കുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായിട്ടുള്ള ഈ ആശയപരമായ ഈ ഉൾപ്പിരിവ് ഇത് അപകടമാണ് എന്ന് നിരന്തരമായി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. രണ്ടാമത് രൂപപ്പെട്ട ആശയം, രണ്ടാമത് രൂപപ്പെട്ട ചേരി, ലോകത്ത് ഇസ്ലാമിക ഖിലാഫത്ത് പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അബൂബക്കർ ബഗ്ദാദിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപം കൊണ്ടു. ISIS, ഇസ്ലാമിക ഖിലാഫത്ത് ഉണ്ടാവുക. ആ ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുക. അതിലേക്ക് കേരളത്തിന് ചെറുപ്പക്കാർ റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെട്ടില്ലേ? പല ചെറുപ്പക്കാരും ഇവിടുന്ന് അതിൽ ചേരുന്നതിന് വേണ്ടി പോയല്ലോ. പല ആളുകളും അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും മറ്റു രാജ്യങ്ങളൊക്കെ പോയിട്ട് സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച് മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്താണ് കാരണം? ഇതുപോലുള്ള അപകടകരമായ ആശയങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടതിൻ്റെ പേരിൽ. കേരളത്തിലെ ഉത്തരവാദപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംഘടനകൾ ഒരുപക്ഷെ ഔദ്യോഗികമായിട്ട് അതിന് അംഗീകരിക്കുന്നുണ്ടോ ഇല്ല എന്നവർക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ രണ്ട് അപകടകരമായ ചേരികൾ രൂപപ്പെട്ടത് അഹ്ലുസുന്നത്ത് വൽ ജമാഅയിൽ നിന്ന് ആശയ പ്രചോദനം ഉൾക്കൊണ്ടവരല്ല, സാക്ഷാൽ വഹാബിസത്തിൽ നിന്ന്, സലഫി ആശയത്തിൽ നിന്ന് ആശയപരമായ പ്രചോദനം ഉൾക്കൊണ്ടവർ മാത്രമായിരുന്നു ആ കൂട്ടത്തിൽപ്പെട്ടത് എന്നത് അതുമായി ബന്ധപ്പെട്ട ധാരാളം അന്വേഷണങ്ങളിലും പഠനങ്ങളിലും തെളിയിക്കപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് മുസ്ലിം സമുദായത്തെ വഴിതെറ്റിപ്പിക്കുന്ന, വിശ്വാസപരമായി ആചാരപരമായിട്ട് മാത്രമല്ല, രാജ്യത്ത് മുസ്ലിം സമുദായത്തെ മറ്റു സഹോദര സമുദായങ്ങൾക്കിടയിൽ പോലും തെറ്റിദ്ധരിക്കാനും ഇസ്ലാമിന് ഏറെ അപമാനമുണ്ടാക്കുന്ന വൃത്തികെട്ട പ്രവർത്തനങ്ങളാണ് ഈ ബിദഈ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സ്വീകരിക്കേണ്ട വഴി എന്താണ്? ഇവിടെ ഏത് ബിദഈ പ്രസ്ഥാനങ്ങൾ പള്ളിയുമായിട്ട് വന്നാലും, മദ്രസയുമായിട്ട് വന്നാലും, പഠന ക്ലാസ്സുകളുമായിട്ട് വന്നാലും, എന്ത് ബോധവൽക്കരണങ്ങളുമായിട്ട് വന്നാലും, നമ്മുടെ നാട്ടിലെ നമ്മുടെ കൂടെ ജീവിക്കുന്ന സഹോദരി സഹോദരന്മാർ എന്ന അർത്ഥത്തിൽ അവരോടുള്ള സൗഹൃദവും ബന്ധവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ ബിദഈ ആശയങ്ങളുമായിട്ടൊരു നിശ്ചിത അകലം പാലിക്കാൻ നമ്മൾ നിർബന്ധിതരാണ്. അത് നമ്മളിപ്പോൾ പറയുന്ന ഒരു സുന്നത്തെ ജമാഅത്ത് തീവ്രത ഒന്നുമല്ല. പല ആളുകളും പറയുന്നുണ്ട് ഇപ്പൊ ഒരു 110 ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ 110 ഇറങ്ങിയൊന്നുമല്ല. അത് പണ്ട് കാലം മുതലേ ഇവിടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന, അതിനുവേണ്ടി സ്ഥാപിക്കപ്പെട്ട രീതിയാണ്. ബിദഈ പ്രസ്ഥാനങ്ങളുമായിട്ട് അകലം പാലിക്കുക എന്ന് പറയുന്നത് ഇവരുമായിട്ട് ഇടപെടൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കര സംസ്കാരമുണ്ട്. ആ സങ്കര സംസ്കാരം ഒരു മഹല്ലിൽ, ഒരു കുടുംബത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ ആചാര അനുഷ്ഠാന ക്രമങ്ങളെല്ലാം അതിനൊക്കെ അപജയങ്ങൾ സംഭവിക്കും. വളരെ തന്ത്രപരമായിട്ടാണ് ഇന്ന് ബിദഈ പ്രസ്ഥാനങ്ങൾ അത്തരം പ്രചാരണങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നേർക്കുനേർ നേരത്തെ പറഞ്ഞ പോലെ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പേര് അവർക്ക് പറയാൻ നിർവാഹമില്ല, മൗദൂദിയുടെ പേര് പറയാൻ നിർവാഹമില്ല, ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് പ്രസ്ഥാനം ഒന്നും പറയാൻ നിർവാഹമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ പുതിയ ചില രീതികളും ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സാധാരണക്കാരായ ഉമ്മമാരെയും സഹോദരിമാരെയും ചെറുപ്പക്കാരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ പല രീതികൾ സ്വീകരിക്കുകയാണ്. ഈ രീതികൾ സ്വീകരിക്കുന്നതിൻ്റെ ആത്യന്ത ഫലം എന്താണ്? ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ വിശ്വാസാചാര അനുഷ്ഠാന ക്രമങ്ങളെ ചെറുതാക്കി കൊണ്ടുവന്ന് ഒരു വരണ്ട മുസ്ലിമിനെ സൃഷ്ടിക്കുന്ന, ആത്മീയത കൈമോശം വന്ന ഒരു വരണ്ട മുസ്ലിമിനെ സൃഷ്ടിക്കുന്ന യഥാർത്ഥ ബിദ്അത്തിന്റെ പ്രൊഡക്റ്റ് രൂപപ്പെടുക എന്നുള്ളതാണ്. അതിലേക്ക് മുസ്ലിം സമുദായം എത്തിച്ചേരാതിരിക്കണമെങ്കിൽ നമ്മുടെ ആദരണീയരായ ആത്മീയ പണ്ഡിതന്മാരുടെ, നേതാക്കന്മാരുടെ, ഉസ്താദുമാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രം നമ്മുടെ മഹല്ല് സംവിധാനങ്ങളെ, നമ്മുടെ മദ്രസ സംവിധാനങ്ങളെ, നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളെ, നമ്മുടെ നാടിൻ്റെ ദീനിയായിട്ടുള്ള എല്ലാ ചൈതന്യങ്ങളെയും സംരക്ഷിക്കാനും നിലനിർത്താനും നമുക്ക് സാധിക്കണം. ഒറ്റ ഉദാഹരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വയനാട് ഉരുൾപൊട്ടലുണ്ടായി. 400 ചില്ലാൻ ആളുകളാണ് മരണപ്പെട്ടത്. ഒരുപാട് മയ്യത്തുകൾ ഇനിയും കിട്ടാനാണ്. കേരളത്തെ ഞെട്ടിച്ചു കളഞ്ഞ, ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞ വലിയ ദുരന്തമായിരുന്നു. ഇന്നും അതിൻ്റെ വേദന കടിച്ചമർത്തി നൂറുകണക്കിന് കുടുംബങ്ങൾ വയനാട് ജില്ലയിലും സമീപ പ്രദേശങ്ങളും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സംഭവം കഴിഞ്ഞ് തൊട്ടടുത്ത മാസമാണ് പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം കടന്നു വരുന്നത്. അപ്പം റബീഉൽ അവ്വൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മഹല്ല് മദ്രസ തലങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട പല ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിൽ ചില പത്രങ്ങളിൽ ഒരു വാർത്ത വന്നു.
വയനാട് ദുരന്തത്തിൻ്റെ ഈ പശ്ചാത്തലത്തിൽ കുറേ ആളുകൾ മരണപ്പെട്ടു, കുറേ ആളുകൾ പരിക്കേറ്റ്, വീട് നഷ്ടപ്പെട്ട്, കുടുംബം നഷ്ടപ്പെട്ട്, അന്യാധീനപ്പെട്ട് നിൽക്കുന്ന ഈ ദുഃഖം ഘനീഭവിച്ച് നിൽക്കുന്ന ഈ സമയത്ത് തൽക്കാലം നബിദിന ഘോഷയാത്രകൾ മാറ്റിവെക്കുക. അപ്പോൾ ഇന്ന മഹല്ല് നബിദിന ഘോഷയാത്ര മാറ്റിവെച്ചിരിക്കുന്നു വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ, ഇന്ന മുസ്ലിം ജമാഅത്ത് നബിദിന ഘോഷയാത്ര മാറ്റിവെച്ചിരിക്കുന്നു, ഇന്ന പ്രദേശങ്ങളിൽ നബിദിന ആഘോഷ പരിപാടികൾ, കുട്ടികളുടെ പരിപാടി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, റാലി ഉണ്ടായിരിക്കില്ല. ഇങ്ങനെ കുറച്ച് പത്രവാർത്തകൾ പുറത്തു വന്നു. പ്രത്യക്ഷത്തിൽ ഈ പത്രവാർത്ത കൊടുക്കുന്നത് മുജാഹിദുകാരനോ ജമാഅത്തുകാരനൊന്നുമല്ല. നമ്മുടെ ചില മാലിന്യ കമ്മിറ്റികളുണ്ടാവും, ചില ഭാരവാഹികൾ ഇതിനെക്കുറിച്ചൊന്നും വലിയ ഇവർ കൊണ്ടുനടക്കുന്ന ഈ ഹിക്കുമത്തൊന്നും തിരിയാത്ത പാവങ്ങളുണ്ടാവും. അവരോട് പറയാണ്, ആ പാവങ്ങൾ മരണപ്പെട്ട് വാപ്പാനെ നഷ്ടപ്പെട്ട, ഒരു ഉമ്മ നഷ്ടപ്പെട്ട, ഒരു ഭാര്യ നഷ്ടപ്പെട്ട, എല്ലാം നഷ്ടപ്പെട്ട ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയി. അതിനിടയിൽ നമ്മളിങ്ങനെ പായസവും മിഠായിയൊക്കെ വിതരണം ചെയ്തിട്ട് ഇങ്ങനെ പാട്ടും പാടി റോട്ടിലൂടെ ഘോഷയാത്ര നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരോട് ചെയ്യുന്ന വലിയൊരു നീതികേടാണ്. എന്തിനാപ്പം മൗലിദ് ഓതുന്നത്? എന്താ മൗലിദ് പാരായണം? എന്താ അതിൻ്റെ ഗുണം? അതേതോ ഫുട്ബോൾ ടൂർണമെന്റിൽ കപ്പടിച്ചിട്ട് നടത്തുന്ന ഘോഷയാത്ര അല്ലല്ലോ. നബിദിനാഘോഷം എന്ന് പറയുന്നത്, നബിദിനാഘോഷത്തിന്റെ ഏത് പരിപാടികളാണെങ്കിലും അത് അടിസ്ഥാനപരമായി ഒരു ആരാധന കൂടിയാണ്, പ്രവാചക സ്നേഹം. പക്ഷെ അതൊന്നും ഒക്കെ മറച്ചു വെച്ചുകൊണ്ട് വളരെ തന്ത്രപരമായിട്ട് നബിദിന ഘോഷയാത്ര മാറ്റിവെക്കും. ഇവിടുത്തെ ബിദായി പ്രസ്ഥാനക്കാർ തന്ത്രപരമായിട്ട് സ്വീകരിച്ച സമീപനമായിരുന്നു. പക്ഷെ പെട്ടെന്ന് നമ്മുടെ ഉസ്താദുമാരും പണ്ഡിതന്മാരും മഹല്ല് ഭാരവാഹികളൊക്കെ ഉണർന്ന് പ്രവർത്തിച്ചപ്പോൾ അത് എല്ലാവരും പിന്തിരിഞ്ഞു. അപ്പൊ നമ്മളെ പോലും അറിയാതെ നമ്മളെ കൊണ്ട് ഇത്തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് മെല്ലെ മെല്ലെ പിറകോട്ട് പിന്തിരിപ്പിക്കുന്ന ചില ശ്രമങ്ങൾ. അടുത്ത കൊല്ലം ചിലപ്പോൾ പറയും, എന്തിനാണ് ഇപ്പം അങ്ങനെ ഇറച്ചിയും ചോറൊക്കെ വെക്കേണ്ട കാര്യം? ഇതൊക്കെ ഭക്ഷണത്തിന് വകയില്ലാത്ത കാലത്ത് ഓരോ ആളുകൾ നടപ്പാക്കിയതാണ്. ഇപ്പോൾ ഏത് വീട്ടിലാണ് ഭക്ഷണം ഇല്ലാത്തത്? അപ്പം നമ്മൾ തൽക്കാലം പായസം വിതരണം ചെയ്താൽ മതി, തൽക്കാലം മിഠായി വിതരണം ചെയ്താൽ മതി. അങ്ങനെ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങളെ, ആചാരങ്ങളൊക്കെ വെട്ടിച്ചുരുക്കി നമ്മുടെ കൂടെ നിന്നുകൊണ്ട് ഇല്ലായ്മ ചെയ്യാനുള്ള സംബന്ധമാണ്. ഈ സങ്കര സംസ്കാരം രൂപപ്പെട്ടാൽ സംഭവിക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് ബിദായി പ്രസ്ഥാനങ്ങളോട് അകലം പാലിക്കേണ്ടിടത്ത് അകലം പാലിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. നാടിന്റെ നന്മക്ക് വേണ്ടി, പൊതുവായ സാമൂഹിക നന്മക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും സഹകരിക്കാം. പക്ഷേ ആശയാദർശങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത വിധം നമ്മുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ഞാൻ എൻ്റെ വ്യക്തിത്വം എല്ലായിടത്തും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുമെന്ന ബോധത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ചെറുപ്പക്കാരും പുതിയ തലമുറയുമാണ് നമുക്കിടയിൽ വളർന്നു വരേണ്ടത്. അല്ലാതെ പരസ്പരം ഇടപഴകി അവസാനം ഈ സങ്കര സംസ്കാരം രൂപപ്പെട്ട് സുന്നിയല്ല, മുജാഹിദുമല്ല, ജമാഅത്തുമല്ല, ഒന്നുമല്ലാത്ത അടിസ്ഥാനപരമായി ബിദായി പ്രസ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅയെ നശിപ്പിക്കുന്ന ഈ അജണ്ടകൾക്ക് അറിഞ്ഞോ അറിയാതെയോ കൂട്ടുനിൽക്കുന്ന അവസരം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് വളരെ തന്ത്രപരമായിട്ടാണ് ഇപ്പോൾ ബിദായി പ്രസ്ഥാനങ്ങൾ പലയിടങ്ങളിൽ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നത്. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചേർക്കും അവർ, മറ്റു പല രീതികൾ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കും. ഒരുപക്ഷെ മതപരമായ കാര്യങ്ങളിലൊക്കെ ആധികാരികമായി പഠിക്കാനൊന്നും എല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല. മദ്രസ വിദ്യാഭ്യാസമോ നമ്മുടെ ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങൾ കേട്ടൊക്കെയുള്ള ഒരു സാമാന്യ ധാരണയും പരിചയമൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ വളരെ തന്ത്രപരമായിട്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആശയത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ ബിദായി പ്രസ്ഥാനക്കാർ വളഞ്ഞ വഴികളിലൂടെ, ചതിപ്രയോഗങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണ്. അപ്പം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും, ദീനുമായി ബന്ധപ്പെട്ട എന്ത് വിഷയം വന്നാലും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് പറഞ്ഞിട്ടുണ്ടോ,